ഗ്ലാസ് വെള്ളമായാലോ ആയിട്ട് പണി പാലിട്ടെ ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതെ നമ്മുടെ നാട്ടിലേക്ക് യാത്രയൊക്കെയാണ് കേട്ടോ. അതായത് 2.5 വർഷത്തിന് ശേഷം ആണ് ഞങ്ങളിത് നാട്ടിലേക്ക് പോണത്. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് പറയാനുള്ളത്? പറയൂ. എക്സൈറ്റഡ് ആണ്. അതെ, നമ്മളെ സർപ്രൈസ് ആണല്ലോ. എല്ലാവരും സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, അപ്പം നമ്മൾ മാത്രം കൊടുക്കാതിരുന്നാൽ ശരിയാവില്ല. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ക്യാബ് വിളിച്ചാൽ പോണേ. ഇനിയിപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് വരുന്നത് 8 മണിക്കാണ്. ഒരു 5 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 30 kg അപ്പോൾ അങ്ങനെ പാക്കിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിക്കായിരുന്നു. എന്നാലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് നമ്മൾ ചെയ്ത് ഇപ്പോൾ ഇന്ന് കാലത്ത് വരെ ഓടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതാ അങ്ങനെ നമ്മളിതിപ്പോൾ ക്യാബിലിരിക്കുകയാണ്. ഞാനും എക്സൈറ്റഡ് ആണ്. 2.5 വർഷത്തിന് ശേഷമൊക്കെ നാട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അതൊരു ഫീലിംഗ് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ലിജോ. അവനൊന്നും അറിയില്ല. അവൻ്റെ ബ്രദർ എൻ്റെ കൂടെ വരുന്നുണ്ട്. അവൻ ഓൾറെഡി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടോ. അപ്പോൾ അവനെ നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയും മമ്മയൊക്കെ ഇന്നലെ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇന്ന് വർക്കുണ്ട്, നാളെ വർക്കുണ്ട് എന്നൊക്കെ ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളവിടെ നാളെ എത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നൊക്കെ നേരിട്ട് കാണാനും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ മമ്മിയുടെ ഭാഗത്തു നിന്ന് നല്ല വഴക്ക് കേൾക്കും. സർപ്രൈസിനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. ചെക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് നമ്മൾ വന്നേക്കാട്ടാ. ടീംസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുപ്പി ഏതാടി? ബ്ലൂ ലേബില് എന്ത് ചെയ്യണ? വാങ്ങിപ്പോയില്ലേ? എടാ ഡ്യുവൽ പാക്ക് ഉണ്ട്. മറ്റേ ഫേമസ് ഉണ്ടല്ലോ, അതും 1 ലിറ്റർ. നമ്മളെ നാട്ടിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനം വിസ്കിയിലെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് 70 CL മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. 70 CL മാത്രം. ഈ ലിറ്റർ നോക്കിയിട്ട് ഞാൻ തോറ്റു. ലാസ്റ്റ് ഒരു 5 70 CL വാങ്ങിയിട്ടു. റോയൽ ബ്ലാക്ക് ലാബ് ഷെറി കാറ്റ് സ്നീഷ്. സിംഗിൾട്ടൺ ഈ സാധനം അടിച്ചിട്ടുണ്ട്. സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി. ബുഷ്മിൽസ് ബ്ലാക്ക് ഐറിഷ് വിസ്കി ആട്ടോ അത്. ജെയിംസ് ബ്ലാക്ക് ബാരൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഇമിഗ്രേഷൻ ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ബാഗിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ എടുത്ത് മാറ്റേണ്ടി വന്നിട്ടാണ്. പക്ഷേ നമുക്ക് വെക്കായിരുന്നു. ഒരു കിലോ ഒക്കെ വെയിറ്റ് കൂടിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. എന്തായി എവിടെ? പക്ഷേ എൻ്റെ പൊന്നെ ഇവിടെ നിന്ന് വാങ്ങിയാൽ ചേർന്നല്ലേ. അയ്യോ അല്ല, ഇതൊക്കെ ഒരു അനുഭവങ്ങളാണല്ലോ. വാച്ച് അത്യാവശ്യം വില കുറവും കാര്യങ്ങൾ കേട്ടോ. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതിനേക്കാളൊക്കെ നല്ല വില കുറവുണ്ട്.
ബോസിൻ്റെ വാച്ച്. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് നഷ്ടമായില്ലേ? കുറച്ച് നഷ്ടമായി. ഇനിയിപ്പോൾ അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഒരു വിൻസ്ക്രീൻ ചെറിയൊരു മൈക്കിൻ്റെ സംഭവം നഷ്ടപ്പെടുന്നുണ്ട് DJ-യുടെ. ഇവിടെ അതിപ്പോൾ തപ്പി നടക്കാം ഞാൻ. എന്തായാലും സാധനം പോയി, കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ നമ്മുടെ ഗേറ്റ് 3 ആട്ടോ. നമുക്ക് പോകാനുള്ളത് ഗേറ്റ് 3 ആണ്. ഇവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനെ നമ്മുടെ മൈക്കൊന്നും കിട്ടിയില്ല. മൈക്ക് ആ വഴിക്ക് പോയി. ഇപ്പോൾ നമ്മളിവിടെ ഇനി റെസ്റ്റാണ്. ഇനി ഒരു 1 hour ഇവിടെ ഉണ്ട് നമുക്ക് ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. അതെ, ഇവിടെ ഇങ്ങോട്ട് ഇരിപ്പ്. മൈക്കാളിഞ്ഞപ്പോൾ സമാധാനമായില്ലേ? ആരാണ്? ഞാനാ നീയാ? Thank you very much for visiting us. Come on. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇത് ഫുഡിങ് പരിപാടിക്ക് കിടന്നേക്കാട്ടോ. കാണിച്ചു തരാം. ഇതെന്താ ചിക്കൻ? നോക്കിയില്ലല്ലേ? ചിക്കൻ എന്താ ആപ്പിൾ ജ്യൂസാണിത്? അതെന്താ പതഞ്ഞിരിക്കണ്ടല്ലേ? ഇത് കറക്റ്റ് ആപ്പിൾ ജ്യൂസ് കേട്ടോ. എൻ്റെ ഫുഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ആണ് നമ്മുടെ ഒരാളൊരു വൈൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കഴിക്കട്ടെ. ബാക്കി നമുക്ക് ഇനി മസ്കറ്റ് വന്നിട്ട് എടുക്കാം. ഓക്കെ. നമ്മുടെ മസ്കറ്റ് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ മൂവീസ് ഉണ്ട് നോക്കി വെക്കാം. നമുക്ക് പറ്റിയ മൂവീസ് അത് നിന്റെ ബ്രൈറ്റ്നസ് അത് അവിടെ നിന്ന് നോക്കുന്നുണ്ടോ? അത് അവിടെ നിന്ന് നോക്കുന്നുണ്ടോ? അന്ന് ഇവിടെ നിന്ന് നോക്കിയേ. ശരിയാണോ? ഹോളിവുഡ് മാറ്റേ. ഹോളിവുഡ് മാറ്റേ. ഞാൻ ഇത് നോക്കാം. എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. എവിടേക്ക് പോണേ? മസ്കറ്റാ? അത് അവിടുന്ന് എങ്ങോട്ട് പോണേ? കൊച്ചിയിലെങ്ങോട്ട് പോണേ? അത് ശരി, വീട്ടിൽ പറഞ്ഞാൽ പോലെ. അപ്പോൾ നമ്മൾ മസ്കറ്റ് എത്തിയിട്ടാ. ഇപ്പോൾ സമയം എത്ര അടി? സമയം ഇന്നത്തെ സമയം നമ്മൾ മസ്കറ്റ് എത്തിയിരിക്കാട്ടാ. ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കിട്ടിയില്ല. കൊച്ചിയിലൊരു 1:20 ആകുമ്പോൾ നമ്മളെത്തും. നമ്മൾ ചക്കനെ വെയിറ്റ് ചെയ്ത് കറന്നിട്ടോ. അത്യാവശ്യം കുറച്ചുറങ്ങി. അത്യാവശ്യം നല്ല സർവീസൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല സർവീസും കാര്യങ്ങളും, അത്യാവശ്യം നല്ല ഫുഡും എല്ലാം കിട്ടി. ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം അടിപൊളി. മനേറെ കൊള്ളാം. അപ്പോൾ നമ്മളിത് കൊച്ചിക്കുള്ള വണ്ടി കയറിയിട്ടാ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ നമുക്ക് ജേർണി ഉണ്ട്. ഒരു 3.5 മണിക്കൂറാണ് നമുക്ക് ജേർണി ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1:30 ആകുമ്പോൾ നമ്മളവിടെ എത്തും. ചെക്കിൻ ഇമിഗ്രേഷനൊക്കെ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു 2 മണി 2:30 അവിടെ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സർപ്രൈസ് ആയിരിക്കും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ലിജോനും പിന്നെ എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും. അതെ, നമ്മൾ മുന്തായി. പോട്ടെ.
അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇരിക്കുകയാണ്. ഞങ്ങൾ പോയി 3 പേര് ഇപ്പം നിങ്ങൾ നമ്മുടെ ഒപ്പം കൂടെ അറിയിക്കുക. ആഹാ ഇവിടെ ഇറങ്ങട്ടെ ഇപ്പോൾ ശരിക്കും കാണാം. ഇറങ്ങട്ടെ പേടിയുണ്ട് ഇറങ്ങുമ്പോൾ. എന്തായാലും ഉച്ച സമയമാണ്, നല്ല പൊള്ളണ വരുന്നത്. പാടൊക്കെ കണ്ടിട്ട് എത്ര നാളായി. പാടം ലണ്ടൻ ഔട്ടറിലുള്ള പാടം വേറെ, ഇത് വേറെ. ആ പാടൊക്കെ ഇപ്പം അവിടെ ഉണ്ടാവും. എന്ത് തോന്നുന്നു ചോദിച്ചാൽ ഇറങ്ങാൻ പോണ്. അങ്ങനെ ലാൻഡ് ചെയ്തു കൊച്ചെത്തി. അങ്ങനെതാ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ എത്തി. ഫ്രണ്ട്സ്, ഇവിടെ കൊച്ചിയിലെത്തി. അപ്പോൾ ഇമിഗ്രേഷൻ ചെക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കുപ്പി നോക്കാനായിട്ട്. ഇതില്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. മന്ദാകിനി വേണോ? 2400 അല്ലേ? നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലായിട്ട് വന്നതാണ്. പ്രീമിയം ലിക്കറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 ലിറ്റർ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാ ഞാൻ നോക്കാം. നീ കണ്ടിട്ടേ എന്ത് ചെയ്യണ്ട എടുക്കണോ? ഇവിടെ ഇവിടെ ഗംഭീര പ്ലാനിങ്ങാ. വേറെ ഒന്നല്ല, നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകും. അപ്പോൾ ഈ നിൽക്കുന്ന ലീസൻ്റെ ബ്രദർ ലിജോന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ്. ഇതൊക്കെ പറഞ്ഞിട്ട് പോയത് എന്തിട്ട് ഇത് ഞാൻ വേറെ ആളെ ഫോണിൽ നിന്ന് വിളിക്കാം. ഞാൻ ലിജോനെ വിളിക്കാം, ലിജോ വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രദറിനെ വിളിച്ചിട്ട് അളിയനെ വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വാട്സപ്പ് ചെയ്യാം. ലൊക്കേഷൻ ഇപ്പം കയറി വരണ്ട ഇപ്പം പോട്ടെ. ഓക്കെ, ഞാൻ പോട്ടെ. അപ്പോൾ ഓക്കെ, ശരി ശരി. ഗംഭീര പ്ലാനൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ സക്സസ് ആവുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും വീട്ടുകാർക്കൊരു സർപ്രൈസ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
പിന്നെ ലിജോൻ്റെ കേസ് അറിയില്ല. അവൻ ഓൾറെഡി നല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ സാധാരണ അവർക്ക് ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഷിഫ്റ്റില്ലാണ്ടിരിക്കുമ്പോൾ എൻ്റെ നെറ്റൊക്കെ ഫുൾ ടൈം ഓണ്, മെസ്സേജ് അയക്കും പുള്ളി, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നിപ്പോൾ ഒരു പരിപാടി നെറ്റ് ഓണാക്കാൻ പറ്റിയിട്ടില്ല, സിമ്മില്ല. അവന് ഊഹിക്കാവുന്നേ ഉള്ളൂ, അത് വേറെ. അപ്പോൾ അത് ലീസം പോയിട്ടുണ്ട്. ഇനി ലീസം വിളിച്ച് പറയുമ്പോൾ ലിജോ വന്ന് അവനെ പിക്ക് ചെയ്ത് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ പതുക്കെ അവർ ഹോട്ടലിൽ അവർ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ള ചേട്ടനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ പതുക്കെ അവർ കയറുന്ന ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ അവിടെ പോയിട്ട് ലിജോന് സർപ്രൈസ് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. എങ്ങനെയുണ്ട് കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ ഉള്ള ഒരു ഫീല്? കൊച്ചി ചൂടുന്നു. ഡ്രസ്സിൻ്റെ ഒന്നല്ല, നല്ല ചൂടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഇവിടെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറി കയറി. ഇതാണ് പുള്ളി ഫ്രെഡി. അതെ, നമ്മൾ പുറത്ത് ബാക്കിലിരിക്കുന്നുണ്ട്. അതെ, എന്നെല്ലാവരും ഞെട്ടിക്കണം. ഇപ്പൊ പോണ വഴിക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അത് അളിയന്റെ മറ്റേ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്ത് തന്നാൽ മതി. അത് പ്രകാരം നമുക്ക് അവരിപ്പോ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടാവും, അവിടെ ചെന്നിട്ട് നമുക്ക് അതിന് സർപ്രൈസ് കൊടുക്കാം. കുടിച്ചോ ഇതൊക്കെ കുടിക്കുമ്പോ ഒരു സമാധാനം അല്ലേ? നാളെ ഓക്കെ. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ചെക്കന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ചെക്കൻ ഞങ്ങൾ അകത്തിരുത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദേ ഇവിടെ അങ്ങോട്ട് കയറി പോയാൽ മതി. ഓക്കെ, എന്നാ വാ പോവാം. കയറുന്നില്ലേ? കയറി പോവല്ലേ നമ്മൾ? ചേട്ടൻ കയറി നോക്കി. എവിടെയാ നോക്കി? അന്നകത്ത് കയറി നോക്കിയേ. ഏടാ നോക്കി. പിന്നെ എവിടെ ഇരിക്കണേ? ലീസനാണില്ല. കണ്ടു ചേച്ചിയെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? അവന് വെള്ളം കൊണ്ടു കൊടുക്കാം. എന്നെ പിടിച്ചോ ഇതെടുത്തോ. പിടിച്ചോ, എന്നെ കിട്ടണം നോക്കിയാൽ. അവിടെ പിടിച്ചോ. ഗ്ലാസ് വെള്ളമായാലോ? ഡൗട്ടാ? മുഖം നോക്ക്. അയ്യോ, ഞാൻ അവിടെ ഇരുന്നിട്ട് തപ്പത് എവിടെയാന്ന് നിങ്ങളിങ്ങനെ ഞങ്ങൾ പുള്ളിനെ വിളിച്ചിട്ട് എല്ലാം സെറ്റായിരുന്നു. ഞങ്ങള് ബാക്കിയോടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ റിട്ടേൺ അടിച്ചത് വന്ന് വീഡിയോ
യൂട്യൂബിലൊക്കെ വരും നീ എല്ലാ സർപ്രൈസ് വീഡിയോയിലും ഉണ്ടാവും. ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കാ ഞാൻ വർക്കിലാന്ന് പറഞ്ഞ പിക്ചർ കൊടുത്തു. ഇവൻ വന്നപ്പോ ഞാൻ മറ്റേ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് എന്റെ അടുത്ത് വെച്ചേക്കാ നീ മാത്രം നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് നീ എന്തൊരു അങ്ങനെ ചോദിച്ചു. അപ്പൊ പറയാ അല്ല ജൂലിയൊക്കെ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാവും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം അയ്യോ സർപ്രൈസ് എങ്ങനെയുണ്ടായി പറഞ്ഞ പാറ്റേൺ അവനെ കണ്ടപ്പോഴേ ആശാന്റെ മോക്കം അങ്ങോട്ട് പോയി. എന്താന്ന് പറയുക നമ്മൾ വിളിക്കാൻ ലേറ്റ് ആയി 2 പേരല്ലേ 5 പേരൊക്കെ ഞാൻ പറഞ്ഞു നിർത്തി. അതായത് 2 പേർക്ക് പെട്ടെന്ന് വിളിക്കും. ലിജോ പറയാ എന്താ ലിജോ പറയാം അവര് നമ്മളെക്കാളും കഴിഞ്ഞിട്ട് വന്നവരല്ലേ 2 പേര് അവര് എനിക്കറിയാലോ 5 പേര് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ കിട്ടി എയർപോർട്ടിൽ നൈസായിട്ട് പോയി പറഞ്ഞു ഞങ്ങൾ 5 പേര് എന്നുള്ളത് എന്നെ പെട്ടെന്ന് ബാക്കിയുള്ളവരെ അവിടെ നിന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വന്നോളൂ ചെറിയ സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആളെപ്പോഴത്തെ ഇപ്പുറത്തെ ആളടുത്ത് പറഞ്ഞു ഇത് വന്നു വെച്ച ആളടുത്ത് പറഞ്ഞു അവിടെ 5 പേര് വരും വെച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. ഒന്നറിഞ്ഞല്ലേ ഇപ്പൊ മിനിഞ്ഞാന്നും കൂടി പറഞ്ഞല്ലോ. ഞങ്ങള് എത്ര ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നറിയോ? 1 മാസം മുന്നേ ബുക്ക് ചെയ്ത് വെച്ച ടിക്കറ്റ്. അതൊക്കെ പക്ഷെ ഇവന്റെ ഡൗട്ട് എയർപോർട്ടിലായിരുന്നു മെയിൻ ഡൗട്ട്. എയർപോർട്ടിൽ കയറാൻ വരുമ്പോ കാണുന്ന ഡൗട്ടാണ്. ആളിയനെ ഓൾറെഡി ഫ്രണ്ടിൽ നിൽക്കുന്നായിരുന്നു. നിങ്ങള് ഒരു സമയത്തൊക്കെ ഇത് അതിനേക്കാളും വലിയ പ്രശ്നം ഫോണില് പറ്റത്തില്ല. ഫോണില് നെറ്റിലാണ് വിഷയം. അവിടെ നിന്ന് ചുറ്റും നോക്കി മൊത്തം നോക്കി നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അവിടുത്തെ പെട്ടെന്ന് വരുമല്ലോ. ഞാനാ ചേച്ചി തേച്ചിട്ട് പറഞ്ഞുള്ളതെന്ന് പറഞ്ഞു ക്ലാസ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തുള്ള സർപ്രൈസ് അവിടെ കഴിഞ്ഞിട്ടാ ഒരു ഹോട്ടൽ സർപ്രൈസ് ആയിരുന്നത്. അത് ഗംഭീരമായിട്ട് വിജയമായി. അപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടുകാർക്കുള്ള സർപ്രൈസാണ്. അവരിപ്പോൾ ഇന്നും കൂടി ചോദിച്ചുള്ളൂ വർക്കിലാണോ. ഞാൻ വർക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി വർക്കിലായി ഞാൻ ഇനി അവിടെ എത്തും. പിന്നെ ഇപ്പോൾ നാട്ടിലേക്ക് വന്നത് നമ്മുടെ KSRTC ഒക്കെ കാണുമ്പോൾ ഒരു ഫീല്. അവിടെ കാണുന്നതും റെഡ് വണ്ടി, ഇവിടെ കാണുന്നതും റെഡ് വണ്ടി. പക്ഷെ ഇവിടെ കാണുമ്പോൾ വേറെ ഫീലാണ്. അതായിരിക്കും നമ്മുടെ സ്ഥലമാട്ടോ. അതേ ആമ്പല്ലൂരാണ് ഈ കാണുന്നത്. ആമ്പല്ലൂരൊക്കെ ഇപ്പം ഈ മാതിരി എന്നുള്ളതാ. 2 വർഷം മുന്നൊക്കെ ഉള്ള ആമ്പല്ലൂരും ഇപ്പൊ ഇവിടെ പണി. മുന്നിത് എവിടെ മറ്റേ കറുകുറ്റിയിൽ അവിടെയൊക്കെ എല്ലായിടത്തും പണി. അത് കഴിഞ്ഞിപ്പോ ഇവിടെ ഇനി ഇത് കുറെ കാലം ഉണ്ടാവും അല്ലേ? അടുത്ത 2 വർഷത്തേക്കുള്ളൊരു പദ്ധതിയില്. അടിപൊളി. മോഹനേട്ടൻ തട്ടുകട. മോഹനേട്ടൻ്റെ തട്ടുകടയോട് തട്ടുകട. ഇനി കുറച്ച് നേരം കൂടെ പോയാൽ ഷിബയാണ് തട്ടുകട. അങ്ങനെ ഒരുപാട് തട്ടുകടകളുള്ള നമ്മുടെ ഏരിയ ആണ് ഇത്. ഇവിടെ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കൊടിപ്പരിപാടി. അപ്പോൾ അതേ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് മോളൊക്കെ കെട്ടി തുടങ്ങി. ഇതാണ് നമ്മുടെ വെണ്ടൂർ സെൻറ്റർ കേട്ടോ. ഇവിടെ ഞാൻ ഹുഡ് എടുത്തിട്ട് മുഖം മറച്ചേക്കാണ്. കാരണം എൻ്റെ പപ്പ ചിലപ്പോൾ നടക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ എനിക്ക് മുഖം മറച്ചേ പറ്റും. ഞാൻ മുഖം മറച്ച് പോകുന്നു. കാണാത്തവർക്ക് കാണാം. പോയിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ വീടിനും മാലപടവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പള്ളി.
ഞങ്ങളുടെ വെണ്ടൂർ പള്ളി, ഞങ്ങളുടെ പെട്ട പള്ളി, എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള പള്ളിയാണ്. ഒരുപാട് കാലം ഈ വഴിയൊക്കെ കാണുമ്പോൾ നൊസ്റ്റടിക്കുന്നു. ഡൽഹിക്ക് പിന്നെ അധികം ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, നമ്മളത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലീസൺ അവിടുന്ന് എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവൻ ഓൾറെഡി എനിക്ക് അപ്ഡേഷൻ തന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറുള്ളൂ. അതുവരെ വീട്ടിൽ കയറലുണ്ടാവില്ല. അത് കാണിച്ചാ ഇതേ ആണ് നമ്മുടെ വഴി കേട്ടോ. ഇതൊരു നമ്മുടെ കോൺവെൻറ്റ്. വീട്ടിൽ കയറാൻ പോവാട്ടോ. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും കയറി നോക്കാം. ആയിട്ട് പണി പാലിട്ടെ ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി ബാക്ക് ഡോർ തുറന്നിട്ടില്ല. തൽക്കാലം ഫ്രണ്ട് ഡോറിൽ കൂടെ അങ്ങോട്ട് കയറാം. എന്ത് ബാക്ക് ഡോർ ചതിച്ചു. ബാക്ക് ഡോർ ചതിച്ചു. ഞാൻ പറഞ്ഞില്ല ഇന്ന് ജോലി ഇവനെ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ സർപ്രൈസ് കൊടുത്തിട്ട് പറഞ്ഞ. ഞാന് ഹോട്ടലിൽ ഇരിക്കുമ്പോ ഇവരിങ്ങനെ പിന്നെ അവിടെ വന്നിട്ട് പറ്റിച്ചിട്ട് എന്തിനൊക്കെ അറിയണേ. അടിപൊളി അടിപൊളി. അമ്മ എപ്പോഴും ചോദിക്കും എന്താ ജീസന് വരാൻ പറ്റുമോ. കഴിഞ്ഞ വട്ടം തൊട്ട് ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവേ. കറി ചേട്ടൻ വന്നിട്ട് കാറിലെത്തി. ചേട്ടൻ പറയാൻ മതിയത് വരാൻ പറയാ. ഷൂരിടുത്ത വണ്ടി വണ്ടി രണ്ട് കാറായിട്ട് പോയി. ലിജോനെ അറിയില്ലായിരുന്നു. ലിജോനോട് ഞങ്ങള് ഫ്രെഡി എന്നിട്ടാ മതി നിർത്തുന്നൊക്കെ. മമ്മി പറഞ്ഞു പെരുന്നാളൊക്കെ ഉള്ള വരുന്നതില് മാമോസൊക്കെ എല്ലാവർക്കും വരാന്ന് പറഞ്ഞു നിർത്തിയുള്ള ഞാൻ.
മമ്മി വർക്കില്ലാന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇങ്ങനെ നീട്ടി നീട്ടി നിക്കണം. നിങ്ങൾ എന്താ വരാത്ത നോക്കിയിട്ട് സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടോ? ഒന്നുകൂടി കേൾക്കുന്ന രീതിയിൽ സൗണ്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഫ്രെഡി ഫ്രെഡി ദിവനും ജോലിയും കൂടി മിനി ഞാൻ തന്നെ വിളിച്ചിട്ട് ഞങ്ങള് പറഞ്ഞല്ലോ ഇനി മാർച്ചിലുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇവനെടുക്കാൻ പോയപ്പോ ഡാഡി ലിജ എന്റെ അടുത്ത് എയർപോർട്ടിൽ വെച്ച് ചോദിച്ചു വേറെ ആരെങ്കിലും ചോദിച്ചു. ഞാൻ വേറെ ആരും നീ വന്നു ഞാൻ അപ്പടി വരെ നോക്കി ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഇവൻ പിന്നെ ഇവിടെ വന്നത്. ഞാന് ഇവന് ഇതൊക്കെ പറയുമ്പോ എന്തായാലും പെരുന്നാൾക്ക് ഉണ്ടാവില്ല. എടുത്തിട്ടുണ്ട് എന്തിട്ടാ വായോ വായോ കമോൺ ബാക്ക് ഡോർ ചാദിച്ച് ആ ബാക്ക് ഡോർ തുറക്കാം. അതെ മറ്റേ കമ്പി വരെ അടിച്ചിട്ട് എനിക്ക് തുറക്കാൻ പറ്റില്ല. മനസ്സിലായ ഞാൻ വരടക്കുന്നില്ലല്ലോ. ഞാൻ ചൂടെടുക്കുന്ന വെയിറ്റ് ചെയ്ത് കയറുന്നു. അല്ല ഞാൻ അതുകൊണ്ട് വാല അടച്ചിട്ടെ വന്ന പാടന അല്ലെങ്കിൽ നിങ്ങൾ കയറിയിട്ടുണ്ട് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിട്ടേ ഇവിടെ മറ്റേ ഇതില്ല. ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ലിജോന് വേണ്ടി ഇരിക്കുക. ഈ ഭാഗത്തോടെ കാണാന്ന് വെച്ചിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായില്ല. ഞാനാ ഇപ്പൊ വന്ന് കയറിയുള്ളോ സർപ്രൈസ് വീഡിയോ എടുത്തതാ. ഇപ്പൊ വരണ വഴി അവരെല്ലാരും ഉണ്ടായിരുന്നു. ഉറങ്ങാതിരിക്കുന്നല്ലോ പോലെ നോക്കാം. ആ ഇതാണ് മമ്മി പറഞ്ഞ കാണുന്നില്ല. നടക്കാൻ പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ സർപ്രൈസ് വീഡിയോ എല്ലാം അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ പോകാനുണ്ട്, അതുപോലെ ഇവളുടെ വീട്ടിൽ പോകണം, പിന്നെ എൻ്റെ നേരത്തെ കണ്ട ലിജോ ഫ്രണ്ട് അവൻ്റെ വീട്ടിലും കൂടി ഒന്ന് പോകണം. അപ്പോൾ ആ സർപ്രൈസ് വീഡിയോ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സർപ്രൈസ് വീഡിയോ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. Bye.